ഹായ് കൂട്ടുകാരെ, നമ്മൾ ഗലീലിയോ എന്ന ലെസണിലെ അടുത്ത പാർട്ടാണ് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോകാം. പഹാടി പർ ചढ़ने को कहा और खुद ഉദർനെ ലഗ, അതായത് ദോസ്തിനോട് പഹാടി പർ ചढ़ने को कहा, പർവ്വതത്തിൻ്റെ മുകളിൽ കയറാനായിട്ട് പറഞ്ഞു. അവർ ഖുദ് ഉദർനെ ലഗ, ഇദ്ദേഹം സ്വയം ഇറങ്ങാനും തുടങ്ങി. ഉസ്കെ ദോസ്തിനെ കഹ, അദ്ദേഹത്തിൻ്റെ ദോസ്ത് പറഞ്ഞു, ചാന്ദ് സെ മേരെ സാത്ത് സാത്ത് ചढ़ രഹാ താ, ചാന്ദ് എൻ്റെ കൂടെ കയറുകയാണെന്ന്. ചढ़ രഹാ താ എന്ന് വെച്ചാൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ജബ്കി ലഡ്കോങ്കോ ലഗ രഹാ താ കി, എപ്പോഴാണ് ലഡ്കയ്ക്ക് തോന്നിയത് ചാന്ദ് ഉസ്കെ സാത്ത് ഉദർ രഹാ താ, ചാന്ദ് അവൻ്റെ ഒപ്പം ഇറങ്ങുകയാണെന്ന്. ഉസ്നെ നതീജ നികാല കെ ചാന്ദ് സ്ഥിർ ഹെ, അവന് തെളിയിക്കാൻ കഴിഞ്ഞു ഈ ചന്ദ്രൻ സ്ഥിരമായിട്ട് നിൽക്കണമെന്ന്. ഉസ്ക ചढ़ന ഉദർന ഹമാരി നസറോം കാ ധോക്കാ, ഇത് ഇറങ്ങലും ഇറങ്ങലും അവൻ്റെ നമ്മളുടെ കണ്ണുകളിലെ ചതിക്കുകയാണോ എന്ന്. ഉസ് ലഡ്കോം കാ നാമ ഗലീലിയ ഥാ, ആ ലഡ്കയുടെ പേരെന്തായിരുന്നു? ഗലീലിയ എന്നായിരുന്നു. അവർ വഹ് ഘടന ഇറ്റലി മേ ഘടി ഥി, ആ സംഭവം ഇറ്റലിയിലാണ്. ഈ സംഭവം യഹ് ഘടന ഇറ്റലി മേ ഘടി ഥി, ഈ സംഭവം ഇറ്റലിയിലാണ് നടന്നതെന്ന്. കുച്ച് ദിനോ, അടുത്ത പാരഗ്രാഫ് നോക്കാം. കുച്ച് ദിനോ കെ ബാദ് ഗലീലിയോ കോ ഉസ്കെ പിതാനെ ഡോക്ടർ പഠനെ കെ ലിയെ ബേച്ചാ ദിയ, കുറച്ച് ദിവസത്തിന് ശേഷം ഗലീലിയയെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഡോക്ടർ ആകാനായിട്ട് അയച്ചു. മഗർ വഹ് തോ വൈജ്ഞാനിക് ബനാന ചാഹതാ താ, എന്നാൽ അവന് ശാസ്ത്രജ്ഞനാവാനാണ് ആഗ്രഹമായിരുന്നത്. ഉസ്നെ അപ്പനെ ആപ്പ് വിഷയ് ദിയ, അവൻ സ്വയം തൻ്റെ വിഷയത്തിൽ മാറിയില്ല. പിതാനെ ടാണ്ട് ഹോ, പിതാവ് വഴക്ക് പറഞ്ഞു. ഉസ്നെ ബോലേപ്പൻ സെ കഹ, അവൻ നിഷ്കളങ്കയോടുകൂടി പറഞ്ഞു. ആപ്പ് ഹീത്തോ, താങ്കൾ തന്നെയല്ലേ കഹത്തേക്ക് പറഞ്ഞിരുന്നത്. സച്ച് കഹ്നെ അവർ സച്ച് നിഭാനെ മേ കഭി ഭഗവാൻ സേ ഭി നഹി ഡർനാ ചാഹിയെ, സത്യം പറയുന്നതിലും സത്യമനുഷ്ഠിക്കുന്നതിനും ഭഗവാനെ പോലും പേടിക്കേണ്ടതില്ല എന്ന്. മുझे വൈജ്ഞാനിക് ബനനേക്കാ മൻ ഹേ തോ, എനിക്ക് ശാസ്ത്രജ്ഞനാകാനുള്ള മനസ്സാണ്. മേ വിജ്ഞാൻ ക്യോ ന പഠൂ, ഞാൻ ഇങ്ങ് സയൻസ് പഠിക്കേണ്ടേ എന്ന്. ക്യാ ആപ്പ് ഭഗവാൻ സേ ഭി ബഡേ ഹേ, താങ്കളിലും എന്താ താങ്കൾ ഭഗവാനിലും വലുതല്ലോ എന്ന്. അടുത്ത പാരഗ്രാഫ് നോക്കുക. ഇസ് പർ പിതാ നാരാജ് ഹോനെ കെ ബസായ ഖുശ് ഹുവ, ഇതിൽ പിതാവ് ദേഷ്യപ്പെടുന്നതിന് പകരം സന്തോഷിച്ചു. അവർ കഹ, എന്നിട്ട് പറഞ്ഞു, മേ തുംസെ യഹി സുനന ചാഹതാ ഥേ, ഞാൻ നിന്നിൽ നിന്ന് ഇത് കേൾക്കാനാണ് ആഗ്രഹിച്ചിരുന്നതെന്ന്. അവർ ഈസ് ഭഗവാൻ കോ ഹമേശ ബനായ രഖന, അവർ ഈ ഭഗവാനല്ല, ഈ ഭാവനയോടെ എല്ലായ്പ്പോഴും ഉറച്ചു നിൽക്കണമെന്ന്. തബി തും ബച്ചെ വൈജ്ഞാനിക് ബൻ പാവോങ്കെ, എന്നാലാണ് നല്ലൊരു ശാസ്ത്രജ്ഞനാകാൻ കഴിയുള്ളൂ എന്ന്. ഗലീലിയോനെ പിതാക്കി ബാത്തോങ്കോ ഹമേശ യാദ് രഖ, ഗലീലിയോ പിതാവിൻ്റെ ഈ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഉൻ ദിനോ ധർമ്മ കാ ബഡ ഷോർ, ആ കാലഘട്ടത്തിൽ മതത്തിന് വളരെ ശക്തിയായിരുന്നു. ഇറ്റലി ഏക് ഇസായി ദേശ, ഇറ്റലി ഒരു ക്രിസ്ത്യൻ ദേശമായിരുന്നു.
हर बच्चों को स्कूल में भी പ്രവചൻ സുനനെ പഠിത്തത്തെ ഓരോ കുട്ടികൾക്കും സ്കൂളിൽ മതപരമായ പ്രവചനങ്ങൾ പഠിക്കേണ്ടിയിരുന്നുവെന്ന്. ऐसे ही एक प्रवचन के बीच गलीलियो की नजर झूलते हुए ഫാനൂസ് पर पड़ी. അങ്ങനെ ഒരു പ്രവചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഗലീലിയോയുടെ കണ്ണുകൾ ആടിക്കൊണ്ടിരിക്കുന്ന റാന്തൽ വിളക്കിൽ പെട്ടതെന്ന്. വഹ് ഉസിക്ക് ടക്കർക്ക് ലഗായ ദേഖനെ ലഗ. അവൻ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വഹ് ഉസ് കുച്ച് ദേർ തക്ക് ദേഖനേക്ക് ബാദ് ഉസെ ലഗാക്ക്. കുറച്ചു നേരം നോക്കിയതിന് ശേഷം അവന് തോന്നിയിരുന്നു ഫാനൂസ് ജ്യാദാ ദൂർ തക്ക് ജുലേ യാ കം ദൂർ തക്ക്. ഫാനൂസ് അകലെയാണോ കൂടുതൽ ദൂരെ വരെ ആടുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ വരെ. അടുത്ത പാരഗ്രാഫ് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ്. ആ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SLC കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.